ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല മിഠായിയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് കുറച്ച് കടല, അതായത് 1 കപ്പ് ഇരുന്നോട്ടെ. പിന്നെ വേണ്ടത് അതേ അളവിൽ തന്നെ കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് പഞ്ചസാര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ. പിന്നെ ഇടയിൽ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇടുക. അപ്പോൾ ഈ ശർക്കര ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പച്ചവെള്ളത്തേക്ക് ഇട്ട് നോക്കുക. അപ്പോൾ അതൊരു കല്ല് പോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര ശരിക്കും അതിൻ്റെ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള ഈ ശർക്കര ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇനി അടുത്തത് കടല അതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ജെല്ല് പരുവത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇനി ഞാനത് ഒരു വാഴയിലയിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഉരുളകളായിട്ടാണ് എനിക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പരത്താനായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്താണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്താലേ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് എന്താ പറയുക, നന്നായിട്ട് ഉണങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് അതിനൊരു കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് മൊത്തമായിട്ട് കട്ട് ചെയ്യണില്ല, അങ്ങനെ വരഞ്ഞ് കൊടുക്കാം. എന്നാലേ നമുക്ക് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഫുള്ളിങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് വരയട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു പരീക്ഷണം തന്നെ എന്ന് പറയാം. അപ്പോൾ അതെന്തായാലും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ.